Hello friends, welcome back to my channel Mums Daily. ഇന്ന് ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബനാന പാൻ കേക്ക് ആയിട്ടാണ്. ഇത് വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനാണ് നോർമലി ഇത് കൊടുക്കുക. കുട്ടികൾക്ക് ഈവൻ ലഞ്ച് ബോക്സിന് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് കൊടുത്തു വിടാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റിയാണ്. പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ബട്ടർ പാലൊക്കെ അങ്ങനെ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്ക് ഇതിനകത്ത് നമുക്ക് അരച്ച് കലക്കി അങ്ങ് കൊടുത്ത് ഇതുപോലത്തെ ഒരു പാൻ കേക്കാക്കി ഉണ്ടാക്കി കൊടുത്തെന്ന് അവർ ഡെഫിനറ്റ് ആയിട്ട് കഴിച്ചോളും. അപ്പം ഈ ഒരു പാൻ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്. ഏറ്റവും പഴുത്ത പഴം എന്താണോ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിവിടെ നല്ല പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി പഴുത്ത പഴങ്ങളൊന്നും കളയണ്ട. പിന്നെ എടുത്തിരിക്കുന്നത് 2 മുട്ട, അതുപോലെ ഒരു 1/2 കപ്പ് പാല്, 1/2 കപ്പ് പഞ്ചസാര, പിന്നെ വേണ്ടത് വെനില എസൻസ് അല്ലെങ്കിൽ വെനില എക്സ്ട്രാക്റ്റ് വേണം. അതിവിടെ ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് ബട്ടർ നമ്മൾ ലാസ്റ്റ് ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡർ, പിന്നെ വേണ്ടത് 1 കപ്പോളം മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോറും അങ്ങനെയും പറയാം കേട്ടോ. പിന്നെ വേണ്ടത് സിനമൺ ഗ്രൗണ്ട് പൊടി, അതായത് സിനമൺ പൊടി എന്ന് പറയുന്നത് നമ്മുടെ പട്ട പൊടിച്ച ഒരു പൊടിയുടെ ഒരു 1-2 നുള്ള്, അതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. വലിയ ജാർ തന്നെ എടുക്കാൻ നോക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നല്ല പഴുത്ത പഴം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി പഴുത്ത പഴങ്ങളൊന്നും കളയാൻ നിൽക്കണ്ട. അങ്ങനെ പഴുത്ത പഴങ്ങൾ ഒത്തിരി ഇങ്ങനെ പഴുത്ത് കഴിഞ്ഞെന്ന് ഇങ്ങനെ ഒരു പാൻ കേക്ക് ഉണ്ടാക്കി പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ പഴമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ടയാണ് ചേർക്കാൻ പോകുന്നത്. വെള്ളി മഞ്ഞൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതായത് 2 പഴത്തിന് 2 മുട്ട എന്നുള്ള കണക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഒരു റേഷ്യോ ആണ് വേണ്ടത്. അടുത്തത് ഞാൻ ഇതിനകത്ത് ഇടാൻ പോകുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാം. ഇനിയിപ്പം ഒരു കപ്പ് എടുത്തിട്ട് പിന്നെ ഇല്ലെങ്കിൽ ആഡ് ചെയ്യാതായാലും മതി കേട്ടോ. പിന്നെ വേണ്ടത് ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 കപ്പോളം പാലാണ് എടുത്തിരിക്കുന്നത്. സാധാരണ പശുമ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു എന്നാ പറയാം 1 ടീസ്പൂണോളം ഞാൻ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ചേർക്കാനുള്ളത് വെനില എസൻസും അതുപോലെ തന്നെ സിനമൺ പൊടിയുമാണ്. അത് ഞാൻ ഇപ്പം ചേർക്കുന്നില്ല, നമുക്കത് ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാവേ. അപ്പോൾ ഇത് അരച്ചെടുത്ത് മിക്സിയിൽ ഒരു 1-ലും 2-ലൊക്കെ മാറിയിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. കാരണം ആ പഞ്ചസാര നമ്മൾ മുഴുവനോട് കൂടി ഇട്ടിരിക്കുന്നത് കൊണ്ട് പൊടിച്ച പഞ്ചസാരയല്ല ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം എടുക്കും അതൊക്കെ ഒന്ന് അലിഞ്ഞ് വരാനായിട്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് നമുക്ക് നല്ലതുപോലെ 1-ലും 2-ലൊക്കെ ഇട്ട് സ്പീഡിലിട്ടിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. നോക്കിയേക്ക് ഇപ്പോൾ ഇവിടെ ഈ ഒരു പരുവത്തിനാണ് വന്നിരിക്കുന്നത്. ഞാനിതൊരു ബൗളിനകത്തോട്ട് ഒഴിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഒരു തിക്കായിട്ടുള്ള ഒരു കുറുക്ക് പോലെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് വെനില എസൻസ് ആണ് അല്ലെങ്കിൽ വെനില എക്സ്ട്രാക്ട്. അത് 1 ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. ഇത് ആ മുട്ടയുടെ മണക്കൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ എസൻസ് ചേർക്കുന്നത്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, പക്ഷേ മുട്ടയുടെ മണം ചിലപ്പോൾ അതൊരു കുത്ത് വരും. ആ മുട്ടയ്ക്കുള്ള ഒരു മണം അത് വരാതിരിക്കാനും പിന്നെ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ എസൻസ് ചേർക്കുന്നത്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് മൈദയാണ്. നമ്മൾ മൈദ ചേർത്തിട്ടില്ലായിരുന്നു. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് മൈദ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്കിത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. ഞാനിവിടെ ഇത്ര കുഞ്ഞ് കപ്പല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാനത് മുഴുവൻ അങ്ങ് ഇട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ഒരു തരി പോലും കട്ട പിടിച്ച് ഇങ്ങനെ കെടുക്കാൻ പാടില്ല. അതുപോലെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാവേ. അപ്പോൾ ഇവിടെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് തരികളൊന്നുമില്ല. അതുപോലെ നല്ലതുപോലെ ഞാൻ ബീറ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഞാൻ അടിച്ചടിച്ചിട്ടാണ്, സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1-2 നുള്ള് സിനമൺ പൗഡർ ഇട്ട് കൊടുക്കാം. സിനമൺ പൗഡർ എന്ന് പറയുന്നത് പട്ടയാണ്. നിങ്ങളൊരു പട്ട ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് മിക്സിയിൽ അടിച്ച് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിനകത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എപ്പോൾ വേണമെങ്കിലും ഇതുപോലത്തുള്ള ഐറ്റംസിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതപ്പോൾ ആ ഒരു പൊടി ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു മണമൊക്കെയാണ്, ഒരു നല്ലൊരു മണവും അതുപോലെ തന്നെ ഒരു ഫ്ലേവറൊക്കെ കിട്ടും ഈ സിനമൺ പൗഡർ ചേർക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇനി ഇത് നമ്മൾ ഈ ദോശയും അപ്പൊക്കെ ചുട്ടെടുക്കണ പോലെ അങ്ങ് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നോക്കിക്കേ,
ഇതെന്ത് ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വന്നിരിക്കുന്നത്. അപ്പം ഇനി ഇതൊരു പാനിനകത്ത് നമ്മളിതായി ഫ്രൈ ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ നല്ലതുപോലെ ഒന്ന് പാനിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ദോശയ്ക്ക് മാവ് ഒഴിക്കുന്ന പോലെ തന്നെയാണ് ഇതിനകത്ത് മാവ് ഒഴിച്ച് ഇത് നമ്മൾ ചുട്ടെടുക്കുന്നത് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതിപ്പം ഇതുപോലെ അങ്ങ് ചുട്ടെടുത്ത് ഇതിനകത്ത് കുറേശ്ശെ ബബിൾസൊക്കെ വരാൻ തുടങ്ങും. അതിനർത്ഥം ഇത് നല്ലതുപോലെ സോഫ്റ്റ് ആവും എന്നാണ് കേട്ടോ. ഇതിനകത്തുള്ള ബബിൾസ് എല്ലാം ഇങ്ങനെ വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതപ്പം ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ബനാനയുടെ ഫ്ലേവർ, അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ആ സിന്നമൺ പൗഡറിൻ്റെ ഫ്ലേവർ, വനില എസൻസിൻ്റെ ഫ്ലേവർ, ഇതൊക്കെ ഒരു പ്രത്യേക രുചിയാണ്. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിത് മൂടി വെച്ചിട്ടൊന്നും അല്ല വേവിക്കണേ. ഈ ബബിൾസ് വന്ന ഉടനെ നമ്മളിത് അങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് വേവിച്ച് എടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ പാൻ കേക്ക് റെഡിയാണ്. രണ്ട് സൈഡും കണ്ടോ, ഈ ഒരു കളറാണ് പാൻ കേക്കിന് ഉണ്ടാവുക. അപ്പോൾ അതാ നമ്മുടെ ബനാന ഫ്ലേവേർഡ് ആയിട്ടുള്ള ബനാന പാൻ കേക്ക് റെഡിയാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും, എൻ്റെ ഉറപ്പാണ്. നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇത് തന്നെ കഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ മേപ്പിൾ സിറപ്പെന്നോ അല്ലെങ്കിൽ ഹണിയോ അതൊക്കെ ഒഴിച്ച് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം. പിള്ളേർക്ക് എന്താണോ ഇഷ്ടം അതനുസരിച്ച് നമുക്ക് കൊടുക്കാം. പക്ഷേ ഇത് ഇപ്പം എൻ്റെ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ട് ഇത് തന്നെയാണ് കഴിക്കാറ്. അവർക്കത് ഭയങ്കര ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കാൻ. പ്രത്യേകിച്ച് ഇതും പാലും കൂടിയിട്ടാണ് പിള്ളേർ ഈ ഒരു 3 or 4 ഒക്കെ പാൻ കേക്ക് അവർ കഴിക്കും, ഒരു കുഞ്ഞ് കഴിക്കും. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാലും കുടിക്കും. അപ്പോൾ നമുക്കിത് പല ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞു മോൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കുഞ്ഞു വട്ടത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അവർക്കത് കഴിക്കാനും കൈ പിടിച്ച് നടക്കാനും ഒക്കെ ഒത്തിരി എളുപ്പമല്ലേ, കൈ പിടിച്ചുകൊണ്ട് നടന്ന് തിന്നാം. അപ്പം ഈ ഒരു പാൻ കേക്ക് നമുക്ക് ഈ 1 വയസ്സിന് മേലെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇത് ചെറുതായിട്ട് നമുക്ക് അവർക്ക് പൊടിച്ച് വായിൽ വെച്ച് കൊടുക്കാം. ഇതൊരു ഫിംഗർ ഫുഡ് പോലെയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കാം. ഇതൊക്കെ അത്രയും നല്ലതാണ്. ഈ ബ്രെഡ്, ബട്ടർ, പാല് ഇതൊക്കെ അകത്ത് ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഇത് കഴിക്കാനൊക്കെ മടിയുള്ള കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇതിലിങ്ങനെ നല്ലതുപോലെ അടിച്ചു കൊടുത്താൽ മുട്ടയും പാലും എല്ലാം കൂടെ ചേർന്ന് അവരുടെ വയറൊക്കെ നല്ല ഫില്ലായിക്കോളും. ഇനിയിപ്പോൾ നിങ്ങൾ പുറത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ പിള്ളേർ കഴിക്കാൻ മടിയൊക്കെ കാണിക്കുവാണെന്നുണ്ട് ഇതുപോലെ അങ്ങ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിനകത്ത് അടച്ച് നമുക്ക് ബാഗിനകത്ത് ഇട്ട് കൊണ്ടുപോകാം. അപ്പോൾ അവർക്ക് വിശക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കയ്യിൽ എടുത്ത് കൊടുത്താൽ മതി. ഇതാകുമ്പോൾ വിശപ്പ് അങ്ങ് മാറിക്കോളും. കാരണം ഇതിനകത്തൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. അപ്പോൾ പിള്ളേരുടെ വിശപ്പൊക്കെ മാറിക്കോളും. നമ്മൾ അമ്മമാർക്ക് കുറച്ച് സമാധാനമൊക്കെ ആവും. അപ്പം ഇതാണ് ഞാൻ ഇവിടെ ചെയ്യാറ്. ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ കഴിക്കാൻ മടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബാഗിനകത്ത് ഒരു കണ്ടെയ്നറിനകത്ത് എടുത്ത് ബാഗിനകത്ത് ഇട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയണ പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട്, സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടിപ്പായിട്ടോ ക്ലീനിങ് ടിപ്പായിട്ടോ ഒക്കെ ഞാൻ വരാം. സോ അൻറ്റിൽ ദെൻ ബൈ.